വാഴുന്ന നാട്, ഡോഗ്സ് ഓൺ കൺട്രി, കേരളം. മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമ്മിറ്റ്. വീണ്ടും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. തെരുവുനായികളെ കൊന്നൊടുക്കിയാൽ പ്രശ്നം അവസാനിക്കും. യുദ്ധം നായ്ക്കളോടാണോ വേണ്ടത്, നായ്ക്കളെ പ്രേരിപ്പിക്കുന്ന മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന നമ്മളോടും? അന്വേഷിക്കുകയാണ് കേരള സമ്മിറ്റ്. നിർമ്മൽ ഭാരതും സ്വച്ഛ ഭാരതും കേരള ശുചിത്വ മിഷനുമെല്ലാം മലർപ്പൊടിക്കാരന്റെ സ്വപ്നങ്ങൾ മാത്രമാകുന്നുണ്ടോ? കേരള സമ്മിറ്റ് അന്വേഷിക്കുന്നു. മാലിന്യങ്ങളും നായും പിന്നെ നരകം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. കോഴിക്കോട് കോർപ്പറേഷൻ നഗരവികസന വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PC രാജൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജനറൽ സെക്രട്ടറി ശ്രീ ജനാർദ്ദനൻ KK, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ശ്രീ KP വേലായുധൻ, പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ J കൃഷ്ണൻ, മാലിന്യ സംസ്കരണ വിദഗ്ധനും എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ VM നിഷാദ്, ഒപ്പം പൊതുജനങ്ങളും മാലിന്യ സംസ്കരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. നമുക്ക് ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: തെരുവു നായ്ക്കളെ കൊന്നൊടുക്കിയാൽ പ്രശ്നം അവസാനിക്കുമോ? അങ്ങനെ കരുതുന്നുണ്ടോ? ഇല്ല. എന്താണ് കാരണം? നായനെ കൊന്നതുകൊണ്ട് എങ്ങനെയാണ് അതിനൊരു പരിഹാരം ഉണ്ടാവുന്നത്? ആദ്യം കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. കാരണങ്ങളെയാണ് പരിഹരിക്കേണ്ടത്. അതുതന്നെയാണ് മേനക ഗാന്ധിയും പറയുന്നത്. എങ്ങനെയാണ് ബോംബെയിലും മദ്രാസിലും ചെയ്തത് അതുപോലെയാണ് പരിഹരിക്കേണ്ടത്. ശ്രീ KT ജലീൽ പറയുന്നത് പോലെ നായകളെ, അക്രമകാരികളായ നായകളെ വെടിവെച്ച് കൊല്ലുകയല്ല വേണ്ടത് എന്നാണ്. അവരെങ്ങനെ അക്രമകാരികളാവുന്നു, ആ സാഹചര്യത്തെയാണ് മാറ്റേണ്ടത്. എന്നിട്ടും സർക്കാർ പറയുന്നത് അക്രമകാരികളായ നായകളെ വെടിവെച്ച് കൊല്ലണമെന്നാണ്. ഇതിനോടാണ് മേനക ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത്. ഇതല്ല പരിഹാരം. അങ്ങയുടെ അഭിപ്രായം എന്താണ് ശ്രീ PC രാജൻ? കോഴിക്കോട് നഗരവികസന വകുപ്പിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഒപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് നായ്ക്കളുമായി ബന്ധപ്പെട്ട ABCയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നായ്ക്കളെ വെടിവെച്ചു കൊല്ല എന്നല്ല പറയുന്നത്. തെരുവുനായയുടെ ശല്യം സമൂഹത്തിനാകെ വലിയ രൂപത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. 2001 ഈ ജന്തുക്ഷേമ നിയമം പാസ്സാക്കിയത്. ഈ നിയമം പാസ്സാക്കിയതിന് ശേഷം ഇതിൻ്റെ വളർച്ചയെ തടയുന്നതിനാവശ്യമായ രൂപത്തിൽ ഇപ്പം നമ്മൾ ABC പ്രോജക്റ്റ് എന്നാണ് ഇതിന് പറയാം. എനിമൽ ബർത്ത് കൺട്രോൾ പ്രോജക്റ്റ്. ABC പ്രോജക്റ്റ് നടപ്പാക്കാൻ ആവശ്യമായ എല്ലാ ഭൗതിക സൗകര്യങ്ങളും ആദ്യം ഒരുക്കണം. ABC പ്രോജക്റ്റ് നടപ്പാക്കണമെന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിനാവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കണം. അത് വളരെ ചെറിയ സ്റ്റെപ്പ് അതിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ABC പ്രോജക്റ്റ് കൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അക്രമകാരികളാകുമ്പോൾ കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ കോഴിക്കോട്ടായാലും കൊച്ചിയിലായാലും തിരുവനന്തപുരത്തായാലും തെരുവുനായ ഒരു മനുഷ്യനെ കൊന്നു അവരുടെ എന്താ പറയുക മാംസം പോലും ഭക്ഷിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വളർന്നു വരിക. അപ്പം നമ്മൾ വെറും ഈ നായയോട് നമുക്ക് സ്നേഹമൊക്കെ ഉണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യന് മാത്രമല്ല, നായ്ക്കൾക്ക് ജീവിക്കണം, മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം, അതിനൊന്നും തർക്കമില്ല. പക്ഷേ ഇത് മനുഷ്യൻ്റെ ജീവിതത്തിന് അപകടമാവുന്ന ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഒരു നിയന്ത്രണം വേണ്ടേ? എല്ലാ തെരുവ് നായ്ക്കളെയും കൊന്നൊടുക്കുക എന്നല്ല പറയുന്നത്. അപകടകരമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇതാണോ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നിലപാട് ഈ കാര്യത്തിൽ? ഈ 2001 ഈ മൃഗപ്രജനന നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരം തെരുവുനായ്ക്കളെ വന്ധ്യംകരിക്കുകയാണ് പ്രധാനമായിട്ടുള്ള സംഘം. ഒന്നത് തരംതിരിച്ചിട്ടുണ്ട്. തെരുവുനായ്ക്കളെന്നും വളർത്തുനായ്ക്കളെന്നും തരംതിരിച്ചിട്ടുണ്ട്. ഈ തെരുവുനായ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നായയില്ല. ശരിക്കും ആ നായ വളർത്തുനായ്ക്കളാണ്. അല്ലെ, കാട്ടിൽ നിന്ന് പുതിയ നായ വരുന്നൊന്നുമില്ല. ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള വളർത്തുനായ അതിൻ്റെ അനന്തര പരമ്പരകളുമാണ് പിന്നീട് തെരുവുനായായിട്ട് മാറുന്നത്. അപ്പോൾ അതിൽ ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഇങ്ങനെ വന്ധ്യംകരിച്ച് ഘട്ടം ഘട്ടമായിട്ട് വർഷങ്ങളിലൂടെ മാറ്റിയെടുക്കാനല്ലാതെ ഒറ്റയടിക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അപ്പോഴും അതേ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപകടകരമായ 4 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അപകടകരമായ രീതിയിലുള്ള നായ്ക്കൾ, മറ്റൊന്ന് മാരകമായ രോഗം ബാധിച്ചവ, പിന്നെ ഒന്ന് പേവിഷ ബാധയുള്ളത്, പക്ഷെ ഇതിനൊന്നും കൊല്ലാൻ പറയുന്നില്ല. മുറിവേറ്റവ ഉണ്ട്. അതിന് പക്ഷെ കൊല്ലാം, പക്ഷെ വ്യാപകമായി കൊല്ലുന്നതിനെ പറ്റിയല്ലേ പറയുന്നത്. കൊല്ലേണ്ട ഒരു നായയാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ കൊല്ലാം. പക്ഷെ അങ്ങനെ അതിനൊരു രീതിയുണ്ട്. അത് നിയമചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട അതിന്റെ കമ്മിറ്റി മെമ്പർമാർ, മൃഗഡോക്ടർമാരൊക്കെ ഉൾപ്പെടെയുള്ള സംഗതി അവർ സർട്ടിഫൈ ചെയ്താൽ അത് ചെയ്യാം. ഇപ്പൊ പേനായും കൊല്ലുന്നതിന് മുമ്പ് കൂട്ടിലടച്ചിടണം എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. 10 ദിവസം കൂട്ടിലടച്ചിട്ട് സ്വാഭാവികമായിട്ട് പേ ഉണ്ടെങ്കിൽ ആ നായ ചാവും. നമ്മളവിടെ ഒന്നുകിൽ കൊല്ലണം അല്ലെങ്കിൽ കൊല്ലരുത്, അങ്ങനെയാണ്. അങ്ങനെയല്ല. ഇപ്പോൾ മേനകാ ഗാന്ധി ഉൾപ്പെടെ കുറേ തീവ്രമായ നിലപാടുണ്ടെങ്കിലും അങ്ങനെയല്ല പറഞ്ഞത്. ഈ പ്രശ്നത്തിന് അങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ സാധ്യമല്ല. പക്ഷേ കേരളം പോലുള്ള സ്ഥലത്ത് ഇപ്പോൾ ഈ പ്രശ്നം വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ അങ്ങനെയുള്ള നായ്ക്കളെ നിയമം
അനുശാസിക്കുന്ന രീതിയിൽ എല്ലാ തരത്തിലും അനുശാസിക്കുന്ന രീതിയിൽ വിവേചനപരമായിട്ട് ചെയ്യുന്നതിൽ നിയമത്തിന്റെ രീതി തെറ്റില്ല എന്നുള്ളതാണ്. പേ പിടിച്ച നായയെ കൂട്ടിലടച്ച് സംരക്ഷിച്ച് അല്ലെങ്കിൽ അതിന് പേ മാറ്റുകയോ അതിനെ മാറ്റി നിർത്തുകയോ ചെയ്യുന്ന സംവിധാനം കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ പെട്ടെന്ന് അപ്രായോഗികമാണ്. അപ്പോഴാണ് കെ ടി ജലീൽ പറയുന്നത് പേ പിടിച്ച നായ്ക്കളെ പിന്നെ എന്ത് ചെയ്യണം, വെടിവെച്ച് കൊല്ലുകയല്ലാതെ. ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ പേ പിടിച്ച നായ്ക്കളില്ല, തെരുവ് പട്ടികളേ ഉള്ളൂ. പേ പിടിച്ച നായ്ക്കൾ ഉണ്ടെങ്കിൽ സ്വമേധയ രോഗം കൊണ്ട് തന്നെ 2-3 ദിവസത്തിനുള്ളത് മരിച്ചു കഴിയും. അപ്പോൾ ഈ കൊല്ലണം എന്ന് പറയുന്ന വാദത്തോട് അങ്ങ് യോജിക്കുന്നില്ല? വയലന്റ് ആയിട്ടുള്ള ഡോഗിനെ കൊന്നു കഴിഞ്ഞാൽ വയലന്റ് ആകുന്ന ഡോഗിനെ തൽക്കാലം കൊല്ലാമെന്നെങ്കിൽ പക്ഷെ എല്ലാ തെരുവ് പട്ടികളെയും കൊല്ലാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ 500 ഡോഗ് ഉണ്ട്. നമ്മൾ കൊന്ന ആള് 2-3 ആഴ്ചക്കുള്ളിൽ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് ഉണ്ട്, നമ്മൾ തിന്നാനുള്ളതുണ്ട്. അപ്പോൾ അടുത്ത പ്രദേശങ്ങൾ അവിടെ മൈഗ്രേറ്റ് ആയിട്ട് അത് റീപ്ലേസ് ചെയ്യും. അപ്പോൾ കൊല്ലൊരിക്കലും ഒരു ശാശ്വത പരിഹാരമായിട്ട് ഒരിക്കലും സയന്റിഫിക് ആയിട്ട് ലോകത്തിൽ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ അത്ര അവർ മൾട്ടിപ്ലൈ ചെയ്യില്ല മൃഗങ്ങൾ. അപകടകരമായ നായ്ക്കളെ നമുക്ക് കൊല്ലാം, ബാക്കിയുള്ളവയെ പ്രജനനം നിയന്ത്രിക്കാം എന്ന ആർഗ്യുമെന്റിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ എന്താണ് ഇങ്ങനെ തെരുവുനായ പെരുകുന്നതിന്, ഇത്തരത്തിലൊരു പ്രശ്നം കേരളീയ സമൂഹം നേരിടുന്നതിനും എന്താണ് അടിസ്ഥാന കാരണം എന്ന് കണ്ടെത്തണം. ആരാണ് ഇതിന് സാഹചര്യം ഒരുക്കുന്നത്, എന്തെല്ലാം സാഹചര്യത്തിലാണ് പെരുകുന്നത്. ഇപ്പോൾ പറഞ്ഞു മാലിന്യങ്ങൾ ഒരുപാട് നിക്ഷേപിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് പെരുകുന്നതെന്ന് നായ കടിക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ല. മേനകാ ഗാന്ധിയോടുള്ള സ്നേഹം നായോടും കാണിക്കൂ? ഇല്ല. അത്രക്കും വയലന്റ് ആയിട്ടുള്ള നായ്ക്കളാണെങ്കിൽ ഓക്കെ കൊല്ലാം. പക്ഷെ എല്ലാ തെരുവ് പട്ടികളും വയലന്റും അല്ല. എല്ലാത്തിനെയും കൊല്ലുന്നതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരം ഉണ്ടാകുന്നില്ല. സാറിന്റെ അഭിപ്രായം എന്താ ഈ ഒരു കാര്യത്തിൽ? അപകടകാരിയായ നായാണെങ്കിൽ ശരിക്കും നമ്മൾ കൊല്ലുക തന്നെ വേണം. അല്ലാതെ അത് കൂട്ടിലടയ്ക്കാനും അതിനുള്ള ഒരു കാത്തു നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓരോ നിമിഷത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതി ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു നിലപാട്. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞമാതിരി അടച്ച് കാണുന്ന പട്ടികളെ മുഴുവൻ കൊല്ലുക എന്നുള്ള അതിനോട് യോജിക്കാൻ വയ്യ. പക്ഷെ ഒരു നായനെയും കൊല്ലാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു കടുത്ത നിലപാടും എടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. നായയെ പറ്റി മാത്രമാണ് ഇപ്പൊ നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു കഴിഞ്ഞ വർഷം നമ്മൾ പക്ഷിപ്പനി പിടിച്ചപ്പം 1000-കണക്കിന് താറാവുകളെ കൊന്നു. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡിബേറ്റോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. അപ്പൊ താറാവുകള് നമുക്ക് കൊല്ലാം, നായയാണെങ്കിൽ കൊല്ലാൻ പറ്റില്ല, അത് പറയുന്നത് ശരിയില്ല. പക്ഷെ നായയെ കൊല്ലരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. നിറവിന്റെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് അറിയണം, കേരളത്തിന്റെ നിലപാട്. അല്ലെ, നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാലിന്യമായിട്ട് ബന്ധപ്പെടുത്തുകൊണ്ട് തന്നെയേ നിലപാട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മാലിന്യം കൂടുന്നത് കൊണ്ടാണ് നായകളുടെ ഈ ശല്യം കൂടുന്നത്. മനുഷ്യൻ ഇതര ജീവജാലങ്ങളെക്കാൾ കൂടുതൽ ഉത്കൃഷ്ടനാണ്, ഉദാത്തനാണ്, ഉത്തമനാണ്. ആ സ്ഥിതിക്ക് മനുഷ്യന്റെ ജീവന് അപകടം വരുത്തുന്ന അത് നായകളായാലും ശരി മറ്റെന്തായിരുന്നാലും ശരി അതിനെ കൊല്ലേണ്ടതുണ്ട്. അതായത് വളരെ കൃത്യമായ താങ്കളുടെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ള ഒരാൾ വന്നിട്ടുണ്ട്. ഉത്കൃഷ്ടനായ മനുഷ്യനെ സംരക്ഷിക്കാൻ നായകളെ കൊല്ലണമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ഈ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ പ്രജനനം നടക്കുന്നത് നായകൾക്കല്ല. പോപ്പുലേഷൻ ഇരട്ടിക്കിരട്ടിയായി വർദ്ധിക്കുന്നത് മനുഷ്യൻ്റെതാണ്. മനുഷ്യനാണ് പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ ഇല്ലാണ്ടാക്കുന്നത്. മനുഷ്യന്റെ പ്രജനനം കുറയ്ക്കേണ്ടിയിരിക്കുന്നു എന്ന് അതേസമയം നമ്മൾ വാദിക്കേണ്ടി വരും. മനുഷ്യനെ ഉദാത്തവൽക്കരിച്ചത് ഞാൻ സമ്മതിക്കുന്നു, ഉദാത്തവൽക്കരിച്ചൊക്കെ ശരി തന്നെ. പക്ഷെ ആ മനുഷ്യരല്ലേ ഈ റോഡ് സൈഡിൽ മുഴുവൻ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. അപ്പൊ ഇതിന്റെ മൂലകാരണം മനുഷ്യർ തന്നെയാണ്. അപ്പൊ മനുഷ്യനെ ഉദാത്തവൽക്കരിച്ചുകൊണ്ട് കാര്യമില്ല. മനുഷ്യൻ തന്നെയാണ് ഇത്രയും വളരെ നീചമായ പ്രവർത്തനങ്ങൾ. നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന മാലിന്യം അല്ലെങ്കിൽ മറ്റൊരാൾ ഇട്ടിരിക്കുന്ന മാലിന്യം എടുക്കാൻ വരുന്ന നായയാണോ വെടിവെച്ച് കൊല്ലേണ്ടത്, മാലിന്യം ഇടുന്ന മനുഷ്യനെയാണോ വെടിവെച്ച് കൊല്ലേണ്ടത്? ഭാഗത്തിലേക്ക് നമ്മൾ എത്തുന്നു. ശുചിത്വ മിഷൻ കേരളത്തിൽ ഒരു പരാജയമായി തീരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നായ്ക്കളാണോ അതോ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന മനുഷ്യനാണോ? അവൻ അത്ര വലിയ ഉദാത്തനാണെങ്കിൽ പാതിരാത്രിക്ക് ക്യാമറ കണ്ണുകളൊന്ന് ചിമ്മുമ്പോൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവനെ ഉദാത്തവൽക്കരിക്കുക എങ്ങനെയാണ് നമുക്ക് സാധ്യമാവുക? ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. കേരള സമിറ്റ് അന്വേഷിക്കുന്നു മാലിന്യവും നായയും പിന്നെ നരനും. നായയാണോ വെടിവെച്ച് കൊല്ലേണ്ടത്, നായയെ പ്രേരിപ്പിക്കുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന മനുഷ്യനെയാണോ എന്ന വളരെ പ്രസക്തമായ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇടവേളയ്ക്ക് ശേഷം എത്തുന്നത്. നമ്മളോടൊപ്പം ജില്ലാ ശുചിത്വ മിഷന്റെ കോർഡിനേറ്റർ ഉണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിസർജ്യങ്ങൾ അല്ലെങ്കിൽ വീടുകളിലുള്ള ടോയ്ലറ്റ് സംവിധാനത്തിന്റെ കാര്യത്തിൽ കേരളം ഏകദേശം 100% എത്തിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിലെ ടോയ്ലറ്റിന്റെ കാര്യത്തിലും ഏകദേശം 90% എത്തിയിട്ടുണ്ട്. പക്ഷേ നഗരങ്ങളിലെ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ 40% താഴെ മാത്രമാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ സാധ്യത അല്ലെങ്കിൽ കേരളത്തിന്റെ നിലവാരമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശുചിത്വ കേരള മിഷൻ ആ അർത്ഥത്തിലൊരു പരാജയമാണ്. ശുചിത്വ മിഷനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം മാലിന്യ സംസ്കരണം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും അനിവാര്യമായ ചുമതലയാണ്. ഇതിനു വേണ്ട
സഹായങ്ങൾ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ശുചിത്വ മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർ വയ്ക്കുന്ന പ്രോജക്റ്റുകൾക്ക് 70% തുക നമ്മുടെ ശുചിത്വ മിഷൻ സബ്സിഡി ആയിട്ട് അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മറ്റ് സ്വകാര്യ വ്യക്തികൾ തന്നെ ചെയ്യുന്നതാണെങ്കിലും അവർക്കും ഇതുപോലെ സബ്സിഡി നമ്മൾ അനുവദിക്കുന്നുണ്ട്. പിന്നെ ഇത് ഓരോ സ്ഥാപനത്തിൻ്റെതല്ല, ഓരോ വ്യക്തിയുടെയും ചുമതലയാണ് നമ്മൾ ഈ മാലിന്യം സംസ്കരിക്കുക എന്നുള്ളത്. അവനവൻ്റെ വീട്ടിലുണ്ടാവുന്ന മാലിന്യങ്ങൾ അവനവൻ തന്നെ ഉറവിടത്തിൽ നശിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഇത്രയും അധികം 70% സബ്സിഡി കൊടുത്തിട്ടും സ്വകാര്യ വ്യക്തികൾക്ക് സബ്സിഡി കൊടുത്തിട്ടും നഗരങ്ങളിൽ നായകളുടെ എണ്ണം പെരുകുകയാണ്, മാലിന്യത്തിന്റെ കൂമ്പാരം കൂടുകയാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ സബ്സിഡി എല്ലാം മറ്റെങ്ങോ പോകുന്നുവെന്നല്ലേ മനസ്സിലാക്കേണ്ടു. കേരളത്തിന് പിന്തുടരാവുന്ന, ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കാവുന്ന, മറ്റു സംസ്ഥാനത്തിന് കാട്ടിക്കൊടുക്കാവുന്ന ഒരു മാലിന്യ സംസ്കരണ പദ്ധതി ഉണ്ടോ? എന്താണ് പിന്നെ ശുചിത്വ മിഷന്റെ ഇതുവരെയുള്ള സംഭാവന? ആ അർത്ഥത്തിൽ നിങ്ങൾ പോളിസികളും സ്ട്രാറ്റജിയും കൊടുക്കുന്നുവെന്നാണ്. എന്ത് പോളിസി കൊടുത്തു, എന്ത് സ്ട്രാറ്റജി കൊടുത്തു? നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം അവരുടെ ചുമതലയാണ്, പഞ്ചായത്ത് സംവിധാനങ്ങൾ. ശ്രീ പി.സി. രാജൻ, ഇത് അങ്ങയുടെ ചുമതലയാണ്, അങ്ങയുടെ നഗര വികസന വകുപ്പിന്റെ ചുമതലയാണ്. കോഴിക്കോട് നഗരം അടുത്തിടെ ഹൈക്കോടതി കേരളത്തിലെ ഒരു മേയറെ ഹൈക്കോടതിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. മാലിന്യ സംസ്കരണം നടപ്പാക്കാൻ ആവശ്യമായ ഹൈക്കോടതി വിധികൾ കാറ്റിൽ പറത്തുന്ന ഒരു സംവിധാനത്തിനെതിരെ ഹൈക്കോടതി ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അടുത്തത് പക്ഷേ കോഴിക്കോടായിരിക്കാം ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ കോഴിക്കോട് നായയ്ക്ക് പഞ്ഞമില്ല, മാലിന്യത്തിന് പഞ്ഞമില്ല, മാലിന്യം കൂമ്പാരമാകുകയും ചെയ്യുന്നുണ്ട്. ആ ഭാഗത്താണ് ഞെളിയൻപറമ്പും ലാലൂരും മറ്റൊരു വിഷയവുമായി നിൽക്കുന്നത്. ഇത് ശുചിത്വ മിഷൻ നടത്തുന്ന പ്രവർത്തനത്തെ മോശമാക്കി നമുക്ക് കാണാൻ കഴിയില്ല. ചെറിയ പങ്കൊക്കെ അവർ നിർവഹിക്കുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ 30,000 ബയോഗ്യാസ് പ്ലാന്റുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. 750 ബയോഗ്യാസ് പ്ലാന്റ്. പൈപ്പ് കമ്പോസ്റ്റാണ് 30,000. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതൊരു വീട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തുടർ പ്രവർത്തനം നടത്തി കൊണ്ടുപോകേണ്ടതും അതിനാവശ്യമായ രൂപത്തിലുള്ള സാങ്കേതിക സഹായം നൽകുന്ന കാര്യത്തിൽ ശുചിത്വ മിഷന് വേണ്ടത്ര വിജയിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇപ്പോൾ ഒരു പൈപ്പ് കമ്പോസ്റ്റ് നമ്മളെല്ലാ വീടുകളിലും വളരെ ചിലവ് കുറഞ്ഞ ഒരു സംവിധാനമാണ്. ഒരു 1000 രൂപയുടെ താഴെ ഉണ്ടെങ്കിൽ നമുക്കൊരു പൈപ്പ് കമ്പോസ്റ്റ് നിർമ്മിച്ചാൽ നമ്മളെ വീടുകളിലെ മാലിന്യം, പ്രത്യേകിച്ച് ജൈവ മാലിന്യം അവിടെ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കാൻ കഴിയും. നിഷാദ്, നോക്കൂ, ഈ പണ്ട് ചരിത്രം പഠിക്കുന്ന സമയത്ത് പഴയകാല സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ മോഹൻജദാരോ ആണെങ്കിലും ഹാരപ്പോ ആണെങ്കിലും ഇപ്പോൾ റോമൻ ആണെങ്കിലും ഒക്കെ വളരെ കൃത്യമായി പറയുന്ന ഒന്നുണ്ട്. നഗരങ്ങളുടെ സംസ്കരണത്തിൽ മാലിന്യങ്ങളുടെ സംസ്കരണം അന്ന് ഇത്ര പോപ്പുലേഷൻ ഇല്ലെങ്കിൽ പോലും വളരെ കൃത്യമായി നിർവഹിച്ചിരുന്ന ഒരു തലമുറയും സംസ്കാരവും ഉണ്ടായിരുന്നുവെന്ന്. പഴയ കാലങ്ങളിൽ ശാസ്ത്രം വർദ്ധിച്ചു, വിവരം വർദ്ധിച്ചു, പുതിയ സിവിലൈസേഷൻ വന്നു. കോഴിക്കോട് നഗരത്തിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും മാലിന്യത്തിന് പഞ്ഞമില്ല, നായ്ക്കൾക്കും. ഞാൻ ആരംഭിക്കുന്നത്, കേരളം ഒരുപക്ഷെ നമ്മൾ എല്ലാ കാര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുമ്പിലാണെന്ന് നമ്മളെപ്പോഴും അവകാശവാദം ഉന്നയിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പ്രധാനമന്ത്രിയുടെ ചില വിമർശനത്തെ പോലും നമ്മൾ വളരെ ശക്തമായി അഭിമുഖീകരിക്കുക ചെയ്ത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാഷണൽ സാനിറ്റേഷൻ പോളിസി അനുസരിച്ച് തയ്യാറാക്കപ്പെട്ട ഒരു ലിസ്റ്റ്, ഒരു റാങ്ക് ലിസ്റ്റിൽ ഇന്ത്യയിലെ നഗരങ്ങളെ മാലിന്യങ്ങളുടെ ഒരു കാര്യത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ കേരളത്തിലെ ഒരു നഗരം വരുന്നത് 43-ാം സ്ഥാനത്ത്. ആദ്യത്തെ നഗരം വരുന്നത് 43-ാം സ്ഥാനത്ത്, അത് കോട്ടയമാണ്, 43. അത് കഴിഞ്ഞ് പിന്നെ 75-ാം സ്ഥാനത്ത് തിരുവനന്തപുരം. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോവുകയാണ്. കേരളത്തിലെ നഗരങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 270, അതായത് റെഡ് ലിസ്റ്റ് 3 തരത്തിലാണ്: ഗ്രീന്, ബ്ലൂ, ഡാർക്ക്, ബ്ലാക്ക്, അതുപോലെ തന്നെ റെഡ്. ഈ റെഡ് കാറ്റഗറിയിൽ വരുന്ന നഗരങ്ങൾ കേരളത്തിലുണ്ട്. റെഡ് കാറ്റഗറി, അത്രയധികം മാലിന്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കോഴിക്കോട് പച്ചയല്ല എന്നർത്ഥം. കോഴിക്കോട് പച്ചയുമല്ല കറുപ്പുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിൽ അത് ഈ റെഡ് കാറ്റഗറിയിലേക്ക് പോവുകയാണ്. കേരളത്തിലെ പല നഗരങ്ങളും റെഡ് കാറ്റഗറിയിലാണ്. ആലപ്പുഴ, ചേർത്തല പോലുള്ള നഗരങ്ങളൊക്കെ റെഡ് കാറ്റഗറിയിൽ തന്നെ ഏറ്റവും അവസാനമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാലിന്യ സംസ്കരണത്തിന് ഇത് വലിയ സാങ്കേതിക വിദ്യയൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, ഈ 43-ാം സ്ഥാനത്തിൽ ആദ്യത്തെ നഗരം, തമിഴ്നാട്ടിലെ നഗരങ്ങൾ വരെ, നമ്മൾ തമിഴ്നാട്ടിനെ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പരിഹസിക്കാറുണ്ട്, പക്ഷെ തമിഴ്നാട്ടിലെ നഗരങ്ങൾ വരെ വളരെ മുന്നിലാണ്. ഞാൻ പറയുന്നത്, ശുചിത്വ മിഷൻ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നഗരങ്ങളിൽ വിതരണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ വിതരണം ചെയ്യുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ, ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ വിതരണത്തിന് ശേഷം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഉണ്ടോ CKP? അങ്ങനെ അന്വേഷണങ്ങളുണ്ടോ? ഇത് ശുചിത്വ മിഷന്റെ ഒരു പ്രൊമോഷൻ പരിപാടിയായിട്ട് നമ്മൾ തുടങ്ങിയതാണെങ്കിൽ നിർഭാഗ്യവശാൽ വിമർശന പരിപാടിയായി മാറുന്നുണ്ട്. എന്നാൽ പോലും ചോദിക്കട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള റിവ്യൂ
എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഈ കാര്യത്തിൽ? തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ഗ്രാമപ്രദേശത്തും പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ഒക്കെ തന്നെ ഇത് സംബന്ധിച്ച അവയർനെസ് ക്യാമ്പുകൾ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പരിശീലനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ പരിശീലനം കൊടുത്തിട്ടുണ്ട്. പലവിധ കമ്പോസ്റ്റ് യൂണിറ്റുകളും ബയോഗ്യാസ് യൂണിറ്റുകൾ, വെർമി കമ്പോസ്റ്റ് യൂണിറ്റുകൾ, കുഴി കമ്പോസ്റ്റ്, അത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംബന്ധിച്ച് നമ്മൾ നിർമ്മിക്കാനും അതുപോലെ പരിശീലനം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ സാനിറ്റേഷന്റെ ലിസ്റ്റ് താങ്കൾ കണ്ടിരുന്നോ? കേരളത്തിലെ ചുവന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്, ചുവക്കാൻ പോകുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് കണ്ടിട്ടുണ്ട്. അത് അർബൻ ലോക്കൽ ബോഡീസിന്റെ ഒരു റാങ്ക് നിശ്ചയിക്കാനുള്ള ഒരു സംഭവമാണ്. എന്നിട്ട് നമ്മൾ 43 നിങ്ങൾക്ക് വിഷമമില്ലേ പേഴ്സണലായിട്ട്? പ്രത്യേകിച്ച് നിങ്ങളൊരു വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അതിലാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. സ്വീറ്റ് മിഷൻ മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കില്ല. അത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇപ്പോൾ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ. എന്താണ് രാജൻ സാർ അങ്ങനെ വിചാരിക്കാൻ ബുദ്ധിമുട്ട്? നഗരസഭയ്ക്കുള്ള പരിമിതിക്കകത്ത് നിന്ന് നഗരസഭ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നഗരസഭ, ഞാൻ പറയട്ടെ, നഗരസഭ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് നഗരസഭ ഒരു ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് 6 വാർഡുകളിൽ മാത്രം നടപ്പാക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ തുടങ്ങിയിട്ടുള്ള എല്ലാ പദ്ധതികളും വഴിക്ക് വെച്ച് ഒന്നുകിൽ സാങ്കേതിക സഹായം ലഭിക്കാത്തതിൻ്റെ ഫലമായി അല്ലെങ്കിൽ നല്ല രൂപത്തിലുള്ള ജനകീയ പങ്കാളിത്തം കിട്ടാത്തതിൻ്റെ ഫലമായി പരാജയപ്പെടുന്നുണ്ട്. എന്തായിരിക്കും നിഷാദ് ഈ പഞ്ചായത്ത് അതിൽ ഒറ്റ വാക്കിൽ നേരത്തെ വേലാൻ സാറ് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളെ കുറിച്ച് പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലോ റേറ്റ് ബയോഗ്യാസ് പ്ലാന്റുകളാണ്. ലോ റേറ്റ് അത് വളരെ പഴയ മോഡലാണ്. ഇത് 50 വർഷം മുമ്പൊക്കെ സ്ഥാപിക്കപ്പെട്ട ഒരു ഡിസൈനാണ്. ആ ഡിസൈനാണ് ഉപയോഗിക്കുന്നത്. ഹൈ റേറ്റ് റിയാക്ടർ സിസ്റ്റത്തിലേക്ക് ഇതൊന്നും വലിയ മെക്കാനിസം ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഹൈ റേറ്റ് റിയാക്ടർ സിസ്റ്റങ്ങളിലേക്ക് ഈ അനേറോബിക് ഡൈജസ്റ്റേഴ്സ് വരേണ്ടതുണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇവിടുത്തെ ഒരുപാട് സ്വകാര്യ ഏജൻസികൾ തയ്യാറാവുകയും ചെയ്യും. തീർച്ചയായിട്ടും ആ അർത്ഥത്തിലുള്ള ഒരു അപ്ഗ്രഡേഷൻ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റുകൾ കുറച്ചുകൂടി സക്സസ് ആവും. അതുപോലെ തന്നെ പൈപ്പ് കമ്പോസ്റ്റിൻ്റെ കാര്യത്തിലും നമ്മൾ കമ്പോസ്റ്റിംഗ് വളരെ ചെറിയ സാധനമാണ്. നമ്മൾ മാലിന്യ സംസ്കരണം ചുരുക്കി പറഞ്ഞാൽ രണ്ട് വാചകങ്ങളിൽ ഞാൻ പറയാം. ഒന്ന്, മാലിന്യങ്ങളുടെ സൈസ് ആദ്യം കുറയ്ക്കുക. ഒരു 1 ഇഞ്ച് 1/2 ഇഞ്ചിലേക്ക് സൈസ് കുറയ്ക്കുക. ചോപ്പ് ചെയ്യണം, കട്ട് ചെയ്യണം. രണ്ടാമത്, മാലിന്യങ്ങൾ നമ്മൾ എയ്റോബിക്കായിട്ട് സംസ്കരിക്കുന്നുവെങ്കിൽ അതിനെ ടേൺ ചെയ്യുക, അതിനെ ഇളക്കി കൊടുത്ത് എയർ കൊടുക്കുക. മൂന്നാമതായിട്ട്, അതിൽ വെള്ളം കയറാതിരിക്കുക. 50 മുതൽ 60% വരെ മോയ്സ്ചർ കണ്ടന്റ്, നനവാണ് അതിൻ്റെ ഡീകമ്പോസിഷൻ അത്യാവശ്യമായി വേണ്ടത്. 60% കൂടുതൽ നനവ് വരുമ്പോൾ മണം വരുന്നു, പാറ്റ വരുന്നു, ഈച്ച വരുന്നു. 40% കുറവ് നനവ് വരുമ്പോൾ അത് ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ 40നും 60നും ഇടയ്ക്കുള്ള ഒരു നനവ് അതിൽ മെയിൻറ്റെയിൻ ചെയ്യാനും അത് വളരെ നിസ്സാരമാണ്. ഇപ്പോൾ ഇങ്ങനെ കയ്യിൽ കുറച്ച് മാലിന്യം എടുത്ത് ഇങ്ങനെ അമുക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് ഈ വിരലുകൾക്കിടയിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് അത് 60% കൂടുതൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെന്ന്. ഇനി പുറത്തേക്ക് വരുന്നില്ല, കൈ ചെറുതായി നനയുക മാത്രമാണെങ്കിൽ ഒപ്റ്റിമം ആണ്. ഒരു സാധാരണക്കാരന് തന്നെ ഈ നനവ് പരിശോധിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആദ്യം ചോപ്പ് ചെയ്യുക, രണ്ടാമത് ടേൺ ചെയ്യുക, മൂന്നാമത് നനവ് ഉറപ്പുവരുത്തുക. ചോപ്പ്, ടേണിംഗ്, നനവ് ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് ആകെ ഒറ്റ വഴി അറിയത്തുള്ളൂ, എടുത്തെറിയൽ. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മാലിന്യ സംസ്കരണത്തിനുള്ള നിലവിലുള്ള സംവിധാനത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പം പുതിയ പദ്ധതികൾ, നമ്മൾ മാലിന്യ സംസ്കരണത്തിനുള്ള പുതിയ മാർഗങ്ങൾ നമ്മൾ തേടണം. അതോടൊപ്പം തന്നെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ നായകളല്ല വർദ്ധിക്കുന്നത്, മാലിന്യ കൂമ്പാരങ്ങളാണ് വർദ്ധിക്കുന്നത്. അത് വർദ്ധിക്കുമ്പോഴാണ് നായകൾ നമ്മുടെ ഇടയിലേക്ക് ഓടി വരുന്നത്. എവിടെ നോക്കിയാലും ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, അല്ലെങ്കിൽ ഇവിടെ തുപ്പരുത്, അല്ലെങ്കിൽ ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് എഴുതി വെക്കും. എവിടെങ്കിലും ഒരു ബോർഡ് നമ്മൾ എഴുതി വെക്കലുണ്ട്, ഇവിടെ മാലിന്യം നിക്ഷേപിക്കാം, ഇവിടെ തുപ്പാം, ഇവിടെ മൂത്രം ഒഴിക്കാം. അത് കേരളത്തിൽ എവിടെയും ഒരു ബോർഡില്ല. കാരണം ജനങ്ങൾക്ക് അവിടെ ആവശ്യമാണ്, മാലിന്യം നിക്ഷേപിക്കൽ അവിടെ ആവശ്യമാണ്. അപ്പം അതിനുള്ള ഒരു സംവിധാനം, ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു മാലിന്യ യൂണിറ്റ് നമ്മൾ അവിടെ ചെയ്യണം. അതിലൂടെ വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്. ഞാൻ പി സി രാജൻ്റെ അടുത്ത് വന്നിട്ട് മാഡത്തിനടുത്ത് വരാം. പി സി രാജൻ, നോക്കൂ, ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, ക്ലോസ്ഡ് സർക്യൂട്ട് ടിവിയുടെ സർവൈലൻസിലാണ് താങ്കൾ, തുടങ്ങിയ വലിയ ഭീഷണിയൊക്കെ നമ്മൾ എഴുതി വെക്കും. എവിടെ നിക്ഷേപിക്കണമെന്ന് അവരടുത്ത് പറയത്തുമില്ല. അതിന് മറുപടി പറയേണ്ട ബാധ്യതയും നിങ്ങൾക്കില്ലേ? തീർച്ചയായിട്ടും. മാലിന്യം ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരുപാട് വശങ്ങൾ പറയേണ്ടി വരും. നമ്മൾ ഒരാൾ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മാലിന്യം സംസ്കരിക്കപ്പെടേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമായിട്ട് വരും. ഇപ്പം നമ്മൾ ഒരു കേന്ദ്രീകൃതമായ രൂപത്തിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൻ്റെ അപകടം കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പട്ടണമാണ് കോഴിക്കോട് പട്ടണം. കാരണം ട്രഞ്ചിങ് ഗ്രൗണ്ടിലായിരുന്നു ഈ കോഴിക്കോട് പട്ടണത്തിലെ മുഴുവൻ മാലിന്യങ്ങൾ ഇപ്പോഴും ഒരർത്ഥത്തിൽ ഒരു പരിധിവരെ
ഇപ്പോഴും സംസ്കരിക്കപ്പെടുന്നത് അവിടെയാണ്. Right. ഞാൻ വളരെ പെട്ടെന്ന് വരാം. പക്ഷേ ജനാർദ്ദനൻ നോക്കൂ, അവനവന്റെ ഉത്തരവാദിത്വം തന്നെയാണ് അവനവനുണ്ടാക്കുന്ന മാലിന്യം സംസ്കരിക്കുക. പക്ഷേ അവനവന് അത്രയും അധികം വിസ്തൃതിയുള്ള പ്രദേശത്തായിരിക്കില്ലെങ്കിലോ നഗരങ്ങളിൽ താമസം. 3 സെന്റിൽ താമസിക്കുന്ന ഒരാൾക്ക് അവനവന്റെ ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം സാധ്യമാണോ? യഥാർത്ഥത്തിൽ ഇതിൻ്റെ തരംതിരിക്കൽ തന്നെയാണ് പ്രശ്നം. ഉറവിട മാലിന്യം എന്ന് പറയും. ഏറ്റവും കുറച്ച് സ്ഥലമുള്ള ആളുകൾക്കും സാധ്യമായ സാങ്കേതിക വിദ്യകൾ വേണമെങ്കിൽ ലഭ്യമാണ്. അപ്പം നമ്മളൊരു കക്കൂസിൽ നമ്മുടെ വീടിനകത്തുള്ള ടോയ്ലറ്റിന് വേണ്ടി 1.5 ലക്ഷമോ 2 ലക്ഷമോ ചെലവാക്കാൻ തയ്യാറുള്ള ഒരാൾ പോലും ഒരു 25,000-30,000 ചെലവാക്കിയിട്ട് ഒരു നല്ല പ്ലാന്റ് സ്ഥാപിക്കുന്നില്ല. ഒരു പ്രയോറിറ്റിയുടെ പ്രശ്നമാണ് അത്. അതുകൊണ്ട് അതിൽ ഒരു സാമൂഹ്യമായ മേൽനോട്ടവും പരിപാലനവും ഒക്കെ അത്യാവശ്യമാണ്. ഇവിടെ പറഞ്ഞ പോലെ ഇതിൻ്റെ പരിപാലനം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സാങ്കേതിക വിദ്യ അല്ല പ്രശ്നം, പരിപാലനവും അതിന് സാമൂഹ്യമായിട്ടുള്ള മേൽനോട്ടവുമാണ്. അവിടെയാണ് നമ്മുടെ സംഘടനകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വലിയ പങ്കുവഹിക്കാൻ സാധിക്കുക. കുറേ മോഡലുകൾ ഇന്ന് നമുക്കുണ്ടാവും, നഗരങ്ങളിൽ സാധ്യമാണ്. പക്ഷേ എല്ലാവർക്കും സാധ്യമല്ലെങ്കിൽ തരംതിരിച്ച് കിട്ടിയാൽ നമുക്കത് സുഖകരമായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ടെക്നോളജി അല്ല ചാലഞ്ച്. ലാസ്റ്റ് 16 years ആയിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ടെക്നോളജിക്ക് ചാലഞ്ച് ഇല്ല, ബട്ട് ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. പബ്ലിക് ഇപ്പോൾ ഇവിടെ ചെയർമാനും മിസ്റ്റർ ജനാർദ്ദനൊക്കെ സംസാരിച്ച പോലെ പബ്ലിക്കിന്റെ ആറ്റിറ്റ്യൂഡ് മാറാതെ ഇവിടെ ഇപ്പം ടോട്ടൽ അല്ല, അപ്പൊ എന്റെ സംശയം ഇതാണ് മാം. ഇപ്പൊ നമ്മളുടെ വീട്ടിൽ മാലിന്യം ഉണ്ടാവുന്ന പക്ഷം അത് എവിടെ കൊണ്ടിടണമെന്നോ അതോ എവിടെ സംസ്കരിക്കണമെന്നോ ഒരു കൃത്യമായ നിർദ്ദേശം ഇല്ലെങ്കിൽ? കൃത്യമായ നിർദ്ദേശം ലോക്കൽ ബോഡി കൊടുക്കുന്നുണ്ട്. ഇതിനുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ലോക്കൽ ബോഡി കൃത്യമായി ടോപ്പ് പ്രയോറിറ്റിയിൽ വന്നിട്ടുണ്ട്, ഗവൺമെന്റിന്റെ ടോപ്പ് പ്രയോറിറ്റിയിലുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിന് ഈക്വൽ റെസ്പോൺസിബിലിറ്റി പബ്ലിക്കിനുണ്ട്, ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. കാരണം 49% വേസ്റ്റും വരുന്നത് വീടുകളിൽ നിന്നാണ്. ഈ വീടുകൾ നേരത്തെ ചോദിച്ച പോലെ 1.5 സെന്റിൽ സ്ഥലം, 1.5 സെന്റ് പോലും വേണ്ട, നേരെ റൂഫ് ടോപ്പിൽ ചെയ്യാവുന്ന സിസ്റ്റവും നമുക്കുണ്ട്. എത്ര പെർസെന്റേജ് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ ഈ 1.5 സെന്റിലും അതിനെ താഴേക്കും താമസിക്കുന്നവർ? മറ്റുള്ള 50 സെന്റ് താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം നോക്കൂ. അവരൊക്കെ 1 crore വീട് എടുക്കുമ്പോൾ അവർക്ക് സാനിറ്റേഷനിലെ പ്രയോറിറ്റി എന്താണ്? എത്ര ആർക്കിടെക്ട്സ് ഇവിടെ ഇതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വീട് ഡിസൈൻ ഇറ്റാലിയൻ മാർബിൾ ഇടും. പക്ഷേ അവർക്കൊരിക്കലും സാനിറ്ററി വീടിന്റെ പിറകു വശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അവർ ഇതിനു വേണ്ടി എന്ത് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവും? എത്ര ആർക്കിടെക്ട്സ് ഇവിടെ ഇതിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? ശരീരത്തിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടി 1-2 ലക്ഷത്തുള്ള 5-6 ടോയ്ലറ്റ് ഓരോ റൂമിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാക്കുന്ന വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു 10-15 ഉള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റോ വേമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ 800 രൂപ ചെലവുള്ള പൈ കമ്പോസ്റ്റോ ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാകുന്നുള്ള ആറ്റിറ്റ്യൂഡിന്റെ പ്രാക്ടീസിന്റെ പ്രശ്നമാണ്. ഹോസ്പിറ്റലിന്റെ കാര്യത്തിലും ഇത് വന്നിട്ടുണ്ടല്ലോ ഡോക്ടർ ജയകൃഷ്ണൻ. ഇപ്പൊ കോഴിക്കോട് ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ തന്നെ വാർത്ത വരുന്നുണ്ട്. ഹോസ്പിറ്റൽ വേസ്റ്റിൽ ഇപ്പൊ പാലക്കാട് നിന്ന് മറ്റൊരു വാർത്ത വരുന്നു, ഇമേജസിൽ സംസ്കരിക്കുന്നവ ചോർന്നു പോയി മലമ്പുഴ ഡാമിലേക്ക് പോകുന്നുണ്ട് എന്ന് തുടങ്ങിയ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഭീതി വരുത്തുന്ന വാർത്തകൾ. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ ലാൻഡ് അവൈലബിലിറ്റി ആണ്. നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ്, ലാൻഡ് അവൈലബിലിറ്റി കൂടുതലാണ്, വീടുകളുടെ ഡെൻസിറ്റി കൂടുതലാണ്, പിന്നെ പെർ ക്യാപിറ്റ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കൂടുതലാണ് കേരളത്തിൽ. അപ്പോൾ വേസ്റ്റ് ഉണ്ടാക്കുന്ന റെഡ്യൂസ് ചെയ്യാന്നുള്ളൊരു കൂടെ ആദ്യം വേണം. വേസ്റ്റ് റിഡക്ഷൻ. സർ, എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഉയർന്ന നിലവാരമുള്ളവരാണ്. എന്നാൽ അവരുടെ സംസ്കാരം ഒരു വാരി വലിച്ചെറിയുക എന്നുള്ള ഒരു സംസ്കാരം മാറിക്കിട്ടിയാൽ തന്നെ ഇത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാവുന്നതാണ്. മണ്ണിൽ ലയിക്കാത്ത പദാർത്ഥങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്ലാസ്റ്റിക് ആയാലും മറ്റ് ഇരുമ്പായാലും കുപ്പിച്ചിലായാലും ഒക്കെ നമുക്ക് റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഒരു നഗരസഭയും ശുചിത്വ കേരള മിഷനെയും പഴിക്കുന്നതിന് മുമ്പ് നാം നമ്മളിലേക്ക് നോക്കണ്ടേ? നായ്ക്കളിലേക്ക് നോക്കുന്നതിന് മുൻപ് ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. കേരള സമിറ്റ് അന്വേഷിക്കുന്നത് മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ പാളുന്നത് എന്തുകൊണ്ടാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. റൈറ്റ് സർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ ശുചിത്വ മിഷൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ IECO ആയിട്ട്, ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷനുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട തലങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇതൊരു മാജിക് അല്ല, ഒരു മാജിക് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പം സാറ് പറഞ്ഞു കേന്ദ്രീകൃത സംസ്കരണ സംവിധാനങ്ങൾ പരാജയങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പരാജയമാവുന്നത്? നമ്മൾ ഇത്രയും കാലത്തെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഒരു പ്ലാന്റ് സ്ഥാപിച്ചത് കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല ഈ പ്രശ്നങ്ങൾ. ഈ പ്ലാന്റിലേക്ക് വേണ്ടുന്ന അസംസ്കൃത വസ്തു, ഒരുപക്ഷെ പ്ലാസ്റ്റിക് ആയിരിക്കാം, അതുപോലെയുള്ള വസ്തുക്കളായിരിക്കാം, ഇത് കൃത്യമായിട്ട് അവിടെ എത്തിച്ചേരുന്നുണ്ടോ? എവിടെയാണ് പ്രശ്നം? ഇത് മോണിറ്റർ കൃത്യമായ തലത്തിൽ നടക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഉറവിട മാലിന്യ സംസ്കരണം തന്നെയാണ് ഇതിന് ഏറ്റവും ഉചിതമായ പരിഹാരം. മാലിന്യം ഉറവിടത്തിൽ എവിടെ എത്തുന്നോ അവിടെ വെച്ചിട്ട് തരംതിരിച്ച് സംസ്കരിക്കുക. ഇത് ആരുടെ കർത്തവ്യമാണ്? ഇത് ഓരോ വീട്ടുകാരൻ്റെയും കടമയാണ്. ഇവിടെ നിയമങ്ങളുണ്ട്. പൊതുസ്ഥലത്തേക്ക് മാലിന്യം വലിച്ചെറിയുന്നവന് 5000 രൂപ വരെ സ്പോട്ട് ഫൈൻ ഇടാനുള്ള നിയമമുണ്ട്. പക്ഷെ നിയമം നടപ്പാക്കുന്നില്ല. ശ്രീ PC രാജൻ, കോർപ്പറേഷന് ഹൈക്കോടതി ചോദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ എന്തുകൊണ്ട് പോലീസിന്റെ സഹായം തേടുന്നില്ല എന്നാണ് ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ? ഈ മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള നിയമങ്ങളൊക്കെ അപര്യാപ്താണ്, പോരാ.
നടപ്പാക്കാൻ അല്ല കഴിയില്ല. ഉള്ള നിയമങ്ങൾ പോലും നടപ്പാക്കാൻ പറ്റുന്നില്ല സർ. ഇതിന് ഞങ്ങൾ വളരെ കൃത്യമായ രൂപത്തിൽ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 50 മൈക്രോൺ വരെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ നിരോധനം ഉൾപ്പെടെ ഇപ്പം തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മാലിന്യം മാത്രമല്ല, അഴുക്ക് ജലം പോലും, വീടുകളിലെ അഴുക്ക് ജലം പോലും ഓവുകളിലേക്ക്, മഴവെള്ളം ഒഴുകി പോകാനുള്ള ഓവുകളിലേക്ക് ആളുകൾ ഒഴുക്കി വിടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാലിന്യ വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ രൂപത്തിലുള്ള ഒരു കരട് നിയമാവലി ഞങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ ഒരു ദിവസം നീണ്ടു നിന്ന് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തി അതിൻ്റെ ആക്ഷേപങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ ക്ഷണിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അത് ഉടനെ പിറവിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇത് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഇത് നഗരത്തിൽ വളരെയധികം വളരെ സൈലന്റ് കില്ലറായിട്ട് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശുചിത്വ കേരളത്തിന്റെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നു, DDTയേക്കാൾ 10 മടങ്ങ് വിഷാംശം കൂടുതലുള്ളവയാണ് ഡയോക്സിനുകൾ, പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോഴുണ്ടാക്കുന്ന വിഷവാതകം. ഇത് എത്രമാത്രം കെയർലെസ് ആയിട്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ കൈകാര്യം ചെയ്യുന്നത് പ്ലാസ്റ്റിക്. അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം വളരെ രൂക്ഷമല്ലേ? ഒരു പരിധിവരെ നഗരങ്ങളിലെ വലിയ രീതിയിലുള്ള അസുഖങ്ങളുടെ കാരണം മാലിന്യത്തിന്റെ ഇഫക്റ്റ് അല്ലേ? പ്ലാസ്റ്റിക് ടോക്സിക് തന്നെയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ബയോഡീഗ്രേഡബിൾ അല്ല എന്നുള്ളതാണ്. പ്ലാസ്റ്റിക്കിൽ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് നമ്മൾ റീയൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. അതിന് നഗരസഭ ചെയ്യാനുള്ളത് പ്ലാസ്റ്റിക് ഇതുപോലുള്ള സാധനങ്ങൾ ഓരോ വീടുകളിലും ശേഖരിച്ച്, അല്ലെങ്കിൽ നിറവ് പോലുള്ള സംഘടനകൾക്ക് ചെയ്യാനുള്ളത് അത് ഒന്നിച്ച് കളക്ട് ചെയ്തിട്ട് അത് റീസൈക്കിൾ ചെയ്യാൻ ഉപയോഗിക്കാനുള്ളത്. പിന്നെ വീടുകളിൽ കത്തിക്കപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് വേറെ ഡീഗ്രേഡബിൾ അല്ലാത്തതുകൊണ്ടും വേറെ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് അവർ കത്തിക്കുന്നത്. ഇപ്പോൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തൊട്ട് ഡയോക്സിൻ ഡേഞ്ചർ തന്നെയാണ്. ഡയോക്സിൻ ക്യാൻസറിന് കാരണമാണ്. പക്ഷെ അതുകൊണ്ട് കേരളത്തിലെ ഇന്നുണ്ടാകുന്ന ക്യാൻസർ ഈ പ്ലാസ്റ്റിക് കത്തിച്ചുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൂടാതെ പ്ലാസ്റ്റിക് ഉണ്ടാകുന്ന കളറിംഗ് മെറ്റീരിയൽസ്, കാഡ്മിയം അതുപോലുള്ള കെമിക്കൽസ് ഒക്കെ വളരെ ടോക്സിക് ആണ്. പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അത് ഗ്യാസായി കൺവേർട്ട് ചെയ്യാണ്. സോളിഡായിട്ടുള്ള സാധനം ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് അത് പരിസരങ്ങളിലേക്ക് വ്യാപിച്ച് അടുത്ത സ്ഥലത്ത് എത്തുകയാണ്. ഇപ്പോൾ കേരളം അനുഭവിക്കുന്ന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾക്ക് എലിപ്പനി ഉണ്ടാകുന്നത്, ഡെങ്കിപ്പനി ഉണ്ടാകുന്നത്, മലേറിയ തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഷിഗല്ല വരുന്നത്, ഡിസെൻട്രി വരുന്നത്, ഇതൊക്കെ മാലിന്യം വെള്ളത്തിൽ കലർന്നുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. ഈ ബയോഡീഗ്രേഡബിൾ അല്ലാത്ത പ്ലാസ്റ്റിക്കുകൾ ഇവ എങ്ങനെയാണ് വേർതിരിക്കാൻ സാധിക്കുക? വേർതിരിച്ച് എങ്ങനെ നമുക്ക് സംസ്കരിക്കാൻ സാധിക്കും? സർ, അത് ഉറവിടത്തിൽ തന്നെ വേർതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രായോഗികമായ രീതി. എൻ്റെ ഒരു അഭിപ്രായം സർ, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കണമെന്നതാണ്. അതായത് ഇത് ആറ്റിറ്റ്യൂഡിൻ്റെ മാത്രം പ്രശ്നമാണെന്ന് വിലയിരുത്താനോ ഇത് ടെക്നോളജിയുടെ തീരെ പ്രശ്നം ഒഴിവാക്കിയുള്ള കാര്യമാണെന്ന്, അങ്ങനെ രണ്ടിനെയും നമ്മൾ അവഗണിക്കരുത്. രണ്ടിനെയും ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട്, ടെക്നോളജിയുടെ പ്രശ്നമുണ്ട്. ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കണം എന്ന് പറയാം. കാരണം ഞാൻ പറയാം, സാധാരണ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ ഡീകമ്പോസ് ആവുന്നതിന് 45 ദിവസം മുതൽ 60 ദിവസം വരെ വേണം, അത് കമ്പോസ്റ്റിങ്ങിലൂടെ. ഇനി അനേറോബിക് ആണെങ്കിൽ 60 ദിവസം കഴിഞ്ഞ് 60, 75, 90 ദിവസം വരെ എടുക്കാം അനേറോബിക്. അതായത് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്ന് പുറത്തേക്ക് ശരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ 90 ദിവസം വരെ എടുക്കാം. ഈ സമയത്തിനൊരു പ്രശ്നമുണ്ട്. കാരണം കേരളത്തിൻ്റെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഒരു ഏകദേശം 1500 പേരാണ് ഒരു സ്ക്വയർ കിലോമീറ്റർ കേരളത്തിൽ നഗരങ്ങളിലുള്ളത്. 1500 പേര് ഒരു സ്ക്വയർ കിലോമീറ്റർ. അത് മാത്രമല്ല പെർ ക്യാപിറ്റ വേസ്റ്റ് പ്രൊഡക്ഷൻ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് തിരുത്തിയാലും കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 500 ഗ്രാം, 1/2 കിലോ വേസ്റ്റ് പെർ ക്യാപിറ്റ കേരളത്തിൽ എന്തായാലും എത്ര ആറ്റിറ്റ്യൂഡ് മാറ്റിയാലും ഉണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കെ നമ്മൾ ഈ വേസ്റ്റ് എത്രയും പെട്ടെന്ന് സംസ്കരിക്കുക. നമ്മൾ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു, 24 മണിക്കൂറിനുള്ളിൽ അത് സംസ്കരിക്കപ്പെടുന്നു. അതൊരു ടെക്നോളജിയാണ്. അത് ദൈവം സൃഷ്ടിച്ച ഒരു ടെക്നോളജി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ടെക്നോളജി ഇതുപോലെ ടെക്നോളജിക്ക് ഒരു റോളുണ്ട്. പ്രത്യേകിച്ച് പെർ ക്യാപിറ്റ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഇങ്ങനെ ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുക. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഒരു മാലിന്യം ഒരു വിഷയമല്ല ഇവിടെ പരിഹരിക്കാൻ. സമഗ്രമായ പദ്ധതികളുണ്ട്. അതിന് നടപ്പിലാക്കാൻ ആവശ്യമായ ഇച്ഛാശക്തി ലോക്കൽ ബോഡീസ് മനസ്സിലാക്കുന്നത് കോർപ്പറേഷനിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാസ്റ്റിക് വേർതിരിച്ച് കൊണ്ടുതരുന്നില്ല. അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാവുന്നില്ല, അതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നില്ല. ഈ ആവിഷ്കരിക്കുന്ന പദ്ധതിയിൽ മിഷനറികൾ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി തരണം. ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സൂചിച്ച സാക്ഷരത പക്ഷേ ഇവർ തയ്യാറാണ്. പ്ലാസ്റ്റിക് സംസ്കരിക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ അവരുടെ ശേഖരണ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ശേഖരിച്ച് ഇവ കൊണ്ടെത്തിക്കണം. അതിനുള്ള ചുമതല പൊതുജനങ്ങൾക്കല്ലോ, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന നഗരസഭ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കാണ്. അല്ല, തീർച്ചയായിട്ടും അതിനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. കോർപ്പറേഷനിൽ, കോഴിക്കോട് കോർപ്പറേഷനിൽ ഞാൻ അതാ പറഞ്ഞു വന്നത്, ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് തന്നെ ഉണ്ട്.
ആ യൂണിറ്റ് ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. എന്താണ് സർ കാരണം? 2 കാരണമുണ്ട്. ഒന്ന്, ഒരു റീസൈക്ലിംഗ് നടത്തുന്ന പ്ലാസ്റ്റിക് ആ ക്വാണ്ടിറ്റി അതിന് പറ്റിയ രൂപത്തിൽ അവിടെ എത്തിക്കാൻ കഴിയണം. അല്ലാതെ ആരെത്തിക്കണം പറയുന്നത് കേൾക്കൂ, ഞാൻ ഒന്ന് മുഴുവിച്ചാട്ടെ. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് വാങ്ങുകയാണ്, കറികളടക്കം വാങ്ങുന്ന വീട്ടിൽ കൊണ്ടുപോവുക. ഈ കൊണ്ടുപോകുന്ന കറി ഒന്ന് കഴുകുക പോലും ചെയ്യാതെയാണ് ഇത് വലിച്ചെറിയപ്പെടുന്നത്. അതാണ് ഇവിടുന്ന് അടിച്ചു വാരി കൊണ്ടുവരുന്നത്. അത് അടിച്ചു വാരി കൊണ്ടുവന്ന് അവിടെ റീസൈക്ലിംഗ് യൂണിറ്റിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അത് രണ്ടാമത് വൃത്തിയാക്കി ശേഖരിച്ച് കൊണ്ടുപോകണം. ഇപ്പോൾ റീസൈക്ലിംഗ് യൂണിറ്റിൽ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ട് പരിസരവാസികൾ പിന്നെ അവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പം ഞങ്ങളത് അവിടുന്ന് നീക്കം ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളൊരു ഇതിന് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നഗരങ്ങൾ റെഡ് ലിസ്റ്റിലേക്ക് വരുന്നത് എന്ന ചോദ്യത്തിന് നഗരസഭ അല്ലെങ്കിൽ ഈ പറയുന്ന നഗരസഭകളായാലും കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി ഈ ഡോക്ടർ റീന പിന്നെ ഡയറക്റ്റ് ആയിക്കൊണ്ടുള്ള ഒരു ഏജൻസിയാണ് ഇപ്പം അത് തുടക്കം കുറിച്ചുള്ളത്. ഞങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട്. കോഴിക്കോട് പട്ടണത്തിലെ ഈ മാലിന്യ പ്രശ്നം 1-2 വർഷം കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കിയാൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശ്രീ ജനാർദ്ദൻ, നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇനിയും മാലിന്യ സംസ്കരണ പദ്ധതികൾ എത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് വളരെ ഉദാസീനമായ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പദ്ധതികളാണെങ്കിലും ഒക്കെ കാണുന്നത്. അവരുടെ പ്രയോറിറ്റിയിലുണ്ട്, പക്ഷേ ഈ ഇതുപോലെ ജനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ ഒരു ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോഴും നീങ്ങിയിട്ടില്ല. പക്ഷെ നീങ്ങിയ സ്ഥലങ്ങളുണ്ട്, നല്ല മാതൃകകൾ ഉണ്ട്, അത് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതിലൊക്കെയുള്ള പ്രധാന പ്രശ്നം എല്ലാം നമുക്ക് ഈ മാലിന്യം എന്ന് കാണുന്നതുകൊണ്ടാണ്. അതിന് പകരം ഇതൊരു വേസ്റ്റ് ടു വെൽത്ത് എന്ന രീതിയിൽ ഹാംലെസ് ടു ഹാംഫുൾ എന്നുള്ള ഹാംഫുൾ ടു ഹാംലെസ് ആക്കുന്ന രീതിയിലേക്കുള്ള സംഗതികൾ എന്ന് കാണുകയാണെങ്കിൽ പ്രയാസമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ സംരംഭകർ ഇപ്പോൾ ഇതുപോലെയുള്ള ഇത് ഒരു സർക്കാർ കാര്യം മാത്രമല്ല, ഇത് ധാരാളമായിട്ടുള്ള സ്വകാര്യ സംരംഭകരെ ബന്ധിപ്പിക്കാവുന്ന സംഗതിയാണ്. നേരത്തെ പറഞ്ഞ ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ സാങ്കേതിക പരിശീലനം ലഭിച്ച ആളുകൾക്ക് അത് തൊഴിലായിട്ടും ഉപയോഗിക്കാം, ഇവിടെ സഹായിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് അതിൻ്റെ പരിപാലന ഘടകങ്ങൾ, അതിൻ്റെ നിരന്തരമായിട്ട് പരിശീലനങ്ങൾ, തുടർച്ചയായിട്ടുള്ള ബോധവൽക്കരണം, ഇതൊക്കെ വളരെ പ്രധാനം. പക്ഷേ വളരെ പ്രാഥമികമായ കാര്യം ഈ മാലിന്യങ്ങളെ തരംതിരിക്കുന്ന ഒരു സംഗതി വീടിനകത്ത് നടക്കണം, അതാത് സ്ഥാപനങ്ങളിൽ നടക്കണം. അല്ലാതെ അത് പുറത്തേക്ക് ഒന്നിച്ച് വലിച്ചെറിഞ്ഞിട്ട് പിന്നെ തരംതിരിക്കൽ സാധ്യമല്ല. അത് വളരെ പ്രധാനമാണ്. കോഴിക്കോട് ശുചിത്വ മിഷൻ ഇതിനൊരു ഒരു കാൽവയ്പ് നടത്തുകയാണ്. ജില്ലാ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇവർക്ക് വേണ്ട ഒരു മെറ്റീരിയൽ ഫെസിലിറ്റി സെന്റർ അത് ബ്ലോക്ക് തലത്തിൽ സൃഷ്ടിച്ച് ഏതാണ്ട് 2000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഷെഡ് കെട്ടിക്കൊടുത്ത് അവിടെ ഇത് തരംതിരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും യന്ത്രങ്ങളും സ്ഥാപിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവർ വീടുകളിൽ നിന്ന് ഞങ്ങൾ ഈ പദ്ധതി പ്രാവർത്തിയാകുമ്പോൾ വീടുകളിൽ ഇവർക്ക് വീട്ടുകാരെ നമ്മൾ ബോധവൽക്കരിച്ച് അവിടെ തരംതിരിച്ച് നല്ല പ്ലാസ്റ്റിക് ഇവർക്ക് ഈ ഏജൻസി വാങ്ങുകയും ഇവരുടെ തന്നെ ചെലവിൽ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് അത് ബണ്ടിലാക്കി കയറ്റി അയക്കുക, ഇവർ തന്നെ കയറ്റി അയക്കുക. അത് നടപ്പാക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാ പഞ്ചായത്തുകളോടും നമ്മൾ ഈ ഫെസിലിറ്റി ഉണ്ടാക്കണം. ഇതാണ് ഇതിന്റെ പ്രായോഗികമായ കാര്യം എന്നാണ് നമ്മൾ പറയുന്നത്. നെളിയമ്പറമ്പിൽ ഒരു ദിവസം 75 ടൺ മാലിന്യം വരുന്നുണ്ട്. അത് പൂർത്തിയായിട്ട് സംസ്കരിക്കാൻ ആകണില്ല. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ് അതിൽ ജൈവ വേസ്റ്റിൻ്റെ കൂടെ അജൈവ വേസ്റ്റ് മിക്സ് ആയിട്ട് വരുന്നതുകൊണ്ടാണ്. വീട്ടുകാരോടൊക്കെ എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ് തന്നെ വേറെ ആയിട്ട് സംസ്കരിക്കുക, പിന്നെ ജൈവ വേസ്റ്റ് അജൈവ വേസ്റ്റ് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനങ്ങൾ ഫുള്ള് വേറെ ആയിട്ട് സംസ്കരിക്കുക. നമ്മളെ വേസ്റ്റ് നമ്മളെ നാട്ടിൽ സംസ്കരിച്ചിട്ട് അത് നമ്മളെ നാട്ടിൽ തന്നെ അതിന് പുതിയ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാം. ഞാനൊരു ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിന് ചുറ്റും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു വീട്ടിൽ ഒരു മാലിന്യ സംസ്കരണത്തിൻ്റെ എന്തെങ്കിലും ഒരു സംവിധാനം വേണമെന്നുള്ളത് ഒരു വീടിൻ്റെ ഒരു ഉത്തമ പൗരൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു കടമയായി നമ്മൾ നിറവേറ്റണം. അതുപോലെ തന്നെ പഞ്ചായത്തുകൾ പുതിയ വീടുകൾക്ക് പെർമിറ്റ് കൊടുക്കുമ്പോൾ ഒരു മാലിന്യ സംസ്കരണം സംവിധാനം ആ വീട്ടിലുണ്ടാവണം. ജേഷൻ, എനിക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഷോപ്പിംഗ് കൾച്ചറിൽ അടിസ്ഥാനമായൊരു മാറ്റം വരാതെ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലുള്ള മാലിന്യത്തിന് കുറവ് വരാൻ സാധിക്കും. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ക്യാപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് റീസൈക്ലബിൾ അല്ല എന്നാണ്, ബയോഡിഗ്രേഡബിളും അല്ല. ഇപ്പോൾ ചെയ്യാവുന്ന ഷോപ്പിംഗ് കൾച്ചർ കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കാൻ പറ്റുള്ളൂ. അല്ലെ പാക്കിംഗ് മെറ്റീരിയൽ അതേഴ്സ് കണ്ടെത്തണം എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആരും കൈവീശിട്ടാണ് വരുന്നത്. തിരിച്ചു പോകുമ്പോൾ കുറേ കെട്ട് പ്ലാസ്റ്റിക് ആയിട്ട് കാറിൻ്റെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ പുറകിൽ വെക്കും, അത് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കും, അത് രാത്രി സാധനങ്ങൾ പോയിക്കൊണ്ട് തള്ളുന്നു. അതാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ ഇന്നത്തെ കേരളത്തിൽ ഈ പോക്ക് കണ്ടാൽ ഈ പാക്കഡ് സാധനങ്ങളിൽ നിന്ന് നമ്മൾക്ക് മോചിതമാകാൻ പറ്റും തോന്നുന്നില്ല. മറ്റ് രാജ്യം നമ്മുടെ അതേ ഉപഭോഗം ഉള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവിടെ ആളുകൾ കടയിൽ ചെല്ലുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് അല്ലാത്തതുണ്ടോ ചോദിക്കും. അന്നവിടെ
രണ്ട് ഇല്ലെങ്കിൽ മറ്റു പ്ലാസ്റ്റിക് വാങ്ങിക്കും. വീട്ടിൽ കൊണ്ടുവന്നാൽ അത് കുട്ടി തൊട്ട് വൃദ്ധൻ വരെയുള്ള എല്ലാവർക്കും അറിയാം അത് ക്ലാസിഫൈ ചെയ്യണം, അത് എവിടെ ഏത് പെട്ടിയിലിടണമെന്ന്. പിറ്റേ ദിവസം അത് കൊണ്ടുവയ്ക്കാൻ ആളുണ്ട് വീട്ടിൽ, അത് കൊണ്ടുപോകാൻ മുനിസിപ്പാലിറ്റി കൃത്യമായ സംവിധാനങ്ങളുണ്ട്. ഇതൊന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന പ്രശ്നം. ആ തുടർന്ന് അവസാനം വരെയുള്ള സംവിധാനങ്ങളിലാണ്. ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് എന്ന സാധനം ഇന്ന് എല്ലാ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഉണ്ട്. വലിയ വികസിത രാജ്യങ്ങൾ മാത്രമല്ല, സാധാരണ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഉണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിരിക്കും. കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധനമാണത്. അതിനെക്കുറിച്ച് നമുക്ക് ഇന്ത്യക്കും കേരളത്തിനും, പ്രത്യേകിച്ച് കേരളത്തിന് ചിന്തിക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. KP, ഈ ഒരു കാര്യത്തിലുള്ള ചർച്ചകൾ കൂടി നിങ്ങൾ ശുചിത്വ മിഷൻ തുടങ്ങി വെക്കുമോ? ഷോപ്പിംഗ് കൾച്ചറിലുള്ള മാറ്റം ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടിൻ്റെ 10% നിർബന്ധമായിട്ടും നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ട് മാറ്റിവെക്കണം. ഉദാഹരണത്തിന് ജില്ലാ പഞ്ചായത്തിന് തന്നെ 2.5 കോടി രൂപ അവർ ഈ വർഷം നീക്കിവെക്കണം. ആ പദ്ധതി മുഴുവൻ ഞങ്ങൾ തന്നെയാണ് നടപ്പാക്കുന്നത്. അത് മുന്നേ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയൽ റിക്കവറി സെൻ്ററുകൾ 3 ബ്ലോക്ക് അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ കോഴി മാലിന്യങ്ങളിൽ നിന്ന് വളം ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ നിരവധി 70 ഗ്രാമപഞ്ചായത്തുകളും 7 മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഈ 10% വെച്ചാൽ തന്നെ ഇഷ്ടംപോലെ പദ്ധതികൾ, ഒരുപാട് പദ്ധതികൾ ആയി മാലിന്യ നിർമ്മാർജ്ജനത്തിന് നല്ലൊരു സഹായമാവും. അത് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. ഈ 360 കുടുംബങ്ങളിൽ കൂടുതലുള്ള സ്നേഹ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ഇപ്പം പിന്നെ ഞങ്ങൾ അവിടെ ഈ ലവ് പ്ലാസ്റ്റിക് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഈ പിന്നെ പ്ലാസ്റ്റിക്കിനെ കഴുകി വൃത്തിയാക്കിയിട്ട് കമ്പിയിൽ തൂക്കിയിടുകയും അത് പിന്നെ ഓരോരോ 3 മാസം കൂടുമ്പോൾ പിന്നെ കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ഞങ്ങളത് ഈ പറഞ്ഞ മാതിരി പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ തന്നെ നേരിട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ പൈസ പിന്നെ ചിലവാക്കിയിട്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോകണം. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ റോഡുകളും ബാക്കിയുള്ളതൊക്കെ ഈ രാത്രികാലങ്ങളിൽ വരുന്ന മറ്റുള്ള പിന്നെ സ്ഥലത്തുനിന്ന് വരുന്ന ക്വാർട്ടേഴ്സുകളിൽ നിന്നും മറ്റവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്ന ആൾക്കാർ വലിച്ചെറിഞ്ഞ് പോകുന്ന ഒരു സിസ്റ്റം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ കാണാത്ത സമയത്താണ് അത് കൊണ്ടിടുന്നത്. പിന്നെ അതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്ന രീതി എന്താണ്, ഈ പറഞ്ഞമാതിരിയുള്ള പിന്നെ ബിൻസ് പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ട് ആ ബിൻസിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം തമിഴ്നാട് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ നമ്മുടെ കോർപ്പറേഷൻ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലായിട്ടുള്ള പിന്നെ ഈ വലിച്ചെറിയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ബിൻസ് വെച്ചുകൊണ്ട് അതിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം എന്തുകൊണ്ട് കോർപ്പറേഷന് ചെയ്യാൻ കഴിയുന്നില്ല? കോഴിക്കോട് കോർപ്പറേഷൻ നേരത്തെ പറഞ്ഞല്ലോ, ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് ഈ ഒരു കേന്ദ്രത്തിൽ നിന്ന് 3 മാസത്തിലൊരിക്കൽ പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതി ഞങ്ങൾ രൂപം നൽകിയിട്ടുണ്ട്. നമ്മൾ രാത്രി ആലോചിക്കുകയാണ്, നാളെ ഈ പിന്നെ പുലരും മുമ്പേ ഇത് എവിടെ കൊണ്ട് കളയണമെന്നാണ് മലയാളി ആലോചിക്കുന്നത്. മൈസൂർ കൃത്യമായ സംവിധാനമുണ്ട്. അങ്ങനെ സംവിധാനം ഒരുക്കിയ എന്താ പ്രശ്നം? നമ്പർ 1 സിറ്റിയായുള്ള മൈസൂരിലേക്കാണ് ഈ കേരളത്തിലെ അധിക മാലിന്യം കയറ്റി അയക്കുന്നത്. കയറ്റി അയക്കുന്ന സിസ്റ്റം ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനെ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ 1 കോടിയോളം രൂപ ചെലവാക്കിയിട്ടുള്ളതാണ് എൻ്റെ ഒരു അറിവ്. 1 കോടി രൂപ ഇവിടുന്ന് കയറ്റി അയക്കാൻ വേണ്ടി ചെലവഴിക്കുകയാണ്. ആ 1 കോടി രൂപയുടെ സമഗ്രമായ പദ്ധതിയിലൂടെ ഈ എല്ലാം അജൈവ മാലിന്യങ്ങളും സംസ്കരിച്ചിട്ട് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന വലിയ പദ്ധതി കോഴിക്കോട് നഗരസഭ 1 കോടിക്ക് കയറ്റി അയക്കുന്നു. വീട്ടുകാർ ചെലവില്ലാതെ കോഴിക്കോട് നഗരസഭയിലേക്ക് കയറ്റി അയക്കുന്നു. ഈ സിസ്റ്റം മാറണം. കൃത്യമായി ഇതിനോടൊക്കെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്ത തരത്തിൽ പിന്നെ പുല്ലുവിളയിൽ 50-ലധികം നായകളുടെ ആക്രമണത്തിന്റെ പേരിലാണ് ശിലുവമ്മ മരിച്ചതെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ മേനകാ ഗാന്ധി അതിന് മറുപടിയായി പറഞ്ഞത് അവരുടെ കയ്യിൽ മാംസം സൂക്ഷിച്ചിട്ടുണ്ടാവുന്നുള്ള നിലപാടാണ്. നിഷേധിച്ചു. അപ്പോൾ മാലിന്യത്തിന്റെ ഒരു പുല്ലുവിളയിൽ ഉണ്ടായ മാലിന്യ പ്രശ്നത്തിന്റെ ഒരു അഡ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടൊന്നും മന്ത്രിയുടെ ഭാഗത്ത് മൊത്തത്തിൽ പറഞ്ഞതായിട്ട് കണ്ടില്ല. അപ്പോൾ സാധാരണക്കാർ വീണ്ടും പിന്നെ നായകളുടെ വിഷയം അല്ലെങ്കിൽ അവരുടെ ആക്രമണങ്ങൾക്ക് ഇരയാവുകയും സാധാരണക്കാർ കൂടുതൽ കഷ്ടത്തിലാവുകയും ചെയ്യുന്നതല്ലാതെ ഈ പദ്ധതികൾ നിലനിൽക്കുന്നത് മാത്രമല്ലാതെ പിന്നെ ഇതിന്റെ ഒരു കൃത്യമായ കടിക്കാൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും മറ്റുള്ളവർ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ആരെങ്കിലും നായ കടിച്ചവരാരെങ്കിലും ഉണ്ടോ? പോണ സമയത്ത് ഒരു പിന്നെ 1-2 നായക്കൾ വന്ന് ഞാനിങ്ങനെ പിന്നെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, നോക്കുമ്പോൾ പിന്നെ പിന്നൊരു കടി വന്നു. കടി വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു നായന്റെ പിന്നാലെ ഇങ്ങനെ വരിക. ഈ മേനകാ ഗാന്ധി പറഞ്ഞ കയ്യിൽ മാംസം ഉണ്ടായിരുന്നു. മാംസം ശരീരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ നായനിട്ട് വിടുന്നില്ല. പിന്നെ ഞാനിങ്ങനെ കുട കൊണ്ടൊക്കെ തട്ടുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കരുത്. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു വികാരം എന്താണ്, ഇതിനെ എങ്ങനെ കൊല്ലണം. അപ്പൊ അവിടെ ഇപ്പൊ ഈ കൂട്ടിലിട്ടിട്ട് ഇതിനെ പിന്നെ രക്ഷിക്കണം എന്നുള്ള. അപ്പൊ ഈ 2001 ജന്തു പരിപാലന നിയമം പ്രജനന നിയമം ഒന്നും മനസ്സിൽ വരില്ല, മനസ്സിൽ വന്നിട്ടില്ല. ആ സമയത്തുള്ള ഒരു സംഭവം ഇതായിരുന്നു. പ്ലാസ്റ്റിക്കിന്റെ കാര്യങ്ങൾ കടകളിൽ പ്ലാസ്റ്റിക് വിതരണം നിരോധിക്കൽ ഒറ്റ മാർഗമുള്ളൂ. കാരണം നമ്മൾ 5 രൂപയുടെ ഒരു സാധനം വാങ്ങി കഴിഞ്ഞാലും കടയിൽ 5 രൂപന്റെ ലൈസ് വാങ്ങിയാൽ അവർ കവറിലിട്ട് തരും. പ്ലാസ്റ്റിക് വാങ്ങുന്ന തന്നെ നമ്മൾ കുറയ്ക്കുക. വീട്ടിൽ നിന്ന്
എന്ത് സാധനം വാങ്ങണമെങ്കിലും നമ്മൾ വീട്ടിൽ നിന്നൊരു കവറ് നമ്മൾ കൊണ്ടുപോവുക. മാക്സിമം നമ്മളൊരു സാധനം കവറിലൊന്നും വാങ്ങാതിരിക്കുക. അതാണ് നമ്മൾ പല സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ സഞ്ചി കൊണ്ടുപോവുക, അല്ലെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞ് തരിക എന്ന് പറഞ്ഞൊരു സിസ്റ്റം. പക്ഷെ ഇപ്പൊ പല കമ്പനികളും പല ഉൽപ്പന്നങ്ങളും അവർ പാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു പാക്കാണ് നമ്മുടെ നോർമൽ നമ്മൾ കടയിൽ നിന്ന് സാധനം ഇപ്പൊ ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ വാങ്ങിക്കില്ല. അപ്പൊ കമ്പനികളിൽ നിന്ന് തന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിന് മാറ്റി, ഒരുപക്ഷെ അത് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആണെങ്കിൽ അത് കേടുവരാതുള്ളതിലൊരു സിസ്റ്റം അല്ലെങ്കിൽ മറ്റൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് ഈ ഒരു പ്ലാസ്റ്റിക് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ, നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ കമ്പനികളായിക്കോട്ടെ ഭയങ്കര എല്ലാ ഉൽപ്പന്നങ്ങൾ അത്തരത്തിലുള്ള ഒരു സംഗതി കൊണ്ടുവരേണ്ടത്. ഞങ്ങള് പ്ലാസ്റ്റിക് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ കടയിൽ നിന്ന് സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടുക ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു. ഈ വേസ്റ്റുകളെല്ലാം കൂടി വന്നിട്ട് എങ്ങനെ എവിടെ കൊണ്ട് കളയും എന്നൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ? അതെ, ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ വീട്ടിൽ അത്ര സ്ഥലമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴാണ് ഞങ്ങളുടെ കോളേജിൽ തന്നെ ഞങ്ങൾ NSS വിദ്യാർത്ഥികൾ എല്ലാവരും കൂടിയിട്ട് പ്ലാസ്റ്റിക് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ അത് സോർട്ട് ചെയ്തു. അത് ഞങ്ങൾ നിറവിന്, ഞങ്ങളുടെ കോളേജിന്റെ അടുത്തൊരു അസോസിയേഷനാണ് നിറവിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഞങ്ങൾ അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ലാണ്ട് ഞങ്ങളുടെ കോളേജിലുള്ള എല്ലാ കുട്ടികളുടെ വീട്ടിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ കിട്ടുക. അപ്പം അത് കാണുമ്പം എത്ര പ്ലാസ്റ്റിക്കുകളാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയും. ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങൾ ഗവൺമെന്റിനോട് പറയാ, പ്ലാസ്റ്റിക് കൊടുക്കുന്നത് ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി. ഷോപ്പുകളിലൊക്കെ 30 മൈക്രോണിൽ കൂടുതലുള്ള ഇപ്പൊ 50 ആക്കിയിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ആ ഉത്തരവ് വന്നിരിക്കുന്ന ഏകദേശ കാലഘട്ടത്തിൽ തന്നെയാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയത്. പക്ഷെ ഹെൽമെറ്റ് നിർബന്ധമാക്കിയത് ഏകദേശം 99% വിജയിപ്പിക്കാൻ സാധിച്ചു. എന്തുകൊണ്ട് ഇത് വിജയിപ്പിക്കാൻ സാധിക്കുന്നില്ല? നമ്മൾ മാലിന്യം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഖരമാലിന്യം മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ലിക്വിഡ് വെയിറ്റ് ഡെഡ്ലി ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും പ്രധാനമായ കാരണം അതൊരിക്കലും ഒരു ചർച്ചയോ ഡിബേറ്റോ ഒന്നും വരാതെ മാലിന്യം എന്ന് പറയുമ്പോൾ ഖരമാലിന്യമായിട്ട് ചുരുങ്ങി പോകുന്നു. കേരളം തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ഇല്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏകദേശം 1,96,000 കക്കൂസുകളാണ് നമുക്ക് വേണ്ടത്. അത് നവംബർ 1 കേരളത്തിൻ്റെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് ഇത് പ്രഖ്യാപിക്കപ്പെടും. കോഴിക്കോട് ജില്ലയും ഇതിൻ്റെ മുൻപന്തിയിലാണ്. 13,635 കക്കൂസുകളാണ് നമുക്ക് നിർമ്മിക്കേണ്ടത്. 4,500 ഇപ്പം നിർമ്മിച്ചു കഴിഞ്ഞു. അതിൽ പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളത് കോർപ്പറേഷൻ ഇന്ത്യയിലെ ആദ്യ കോർപ്പറേഷൻ ഓപ്പൺ ODF കോർപ്പറേഷനായിട്ട് പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷേ നല്ല തമാശയ്ക്കെന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഈ മനുഷ്യൻ കക്കൂസിൽ പോകാൻ ആവശ്യമായ ജീവനുമായി നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമല്ലേ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുള്ളൂ. വളരെ പെട്ടെന്ന്. ഒന്നാമത് നമ്മുടെ ഈ ഇപ്പോൾ ഡംപിങ് യാർഡുകൾ, കേരളത്തിൽ വ്യാപകമായി ഡംപിങ് യാർഡുകളുണ്ട്. പല പ്രവർത്തകർ വിളപ്പിൽശാല മുതൽ ലാലൂർ മുതൽ ഞെളിയമ്പറമ്പ് മുതൽ ഇങ്ങനെ പോകുന്ന ഡംപിങ് യാർഡുകൾ. ഈ ഡംപിങ് യാർഡുകളിൽ നിന്ന് അരിച്ചിറങ്ങുന്ന ലീച്ചേറ്റ് മാഡം പറഞ്ഞ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. അത് പരിസര പ്രദേശങ്ങളിലെ കിണറുകൾ, മറ്റ് ജലാശയങ്ങളിലൊക്കെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പാലക്കാട് ഇമേജിൽ നിന്ന് വരുന്നു എന്ന്. അതെ. പാലക്കാട് വേറൊരു പ്രശ്നമുണ്ട്. പാലക്കാട് ഈ ജലാറ്റിൻ വേസ്റ്റ്, നിറ്റ ജലാറ്റിൻ്റെ വേസ്റ്റ് ഇട്ട പ്രദേശത്ത് മാരകമായ പ്രത്യാഘാതങ്ങൾ ഓൾറെഡി സംഭവിക്കുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. മീഡിയ വൺ അടക്കം ചർച്ചയ്ക്കെടുത്ത വിഷയമാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഇങ്ങനെ ഡംപിങ് യാർഡുകളുടെ പരിസര പ്രദേശങ്ങൾ കാലാകാലങ്ങളിലേക്ക് എക്കാലത്തേക്കും വലിയ മാരക പ്രത്യാഘാതങ്ങളുള്ള രോഗം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട, ആ ഡംപിങ് യാർഡുകൾ അവസാനിപ്പിക്കുന്നു എന്ന പോയിന്റിൽ ആ ചർച്ച നിൽക്കരുത്. അതിനെ എങ്ങനെ നമുക്ക് റീഫോം ചെയ്യാം എന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ലോകത്ത് ലാൻഡ്ഫിൽ ഗ്യാസുകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ ഡംപിങ് യാർഡുകൾ, അതുപോലെ ഒരുപാട് രാഷ്ട്രങ്ങളിലെ ഡംപിങ് യാർഡുകൾ ഇന്ന് പുൽമേടുകളായി മാറിയിരിക്കുന്നു. ഡംപിങ് യാർഡുകളുടെ ഈ സ്വകാര്യ ഏജൻസികൾക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്, നിങ്ങൾക്കൊക്കെ ഒരു പ്രൊജക്റ്റായിട്ട് എടുക്കാവുന്നതാണ്. ഡംപിങ് യാർഡുകളിൽ താഴ്ഭാഗത്ത് അവർ പോളിമേഴ്സ് വെച്ച്, സിന്തറ്റിക് പോളിമേഴ്സും ക്ലേയും വെച്ച് പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം ഡംപിങ് യാർഡുകളിനെ ലാൻഡ്ഫിൽ ഗ്യാസിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും അതിലൂടെ ഇലക്ട്രിസിറ്റിയൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ന് ലോകവ്യാപകമായത് വലിയ പ്രശസ്തി അതിന് നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഡംപിങ് യാർഡുകൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യണം. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഡംപിങ് യാർഡുകൾ നിലനിർത്തി കഴിഞ്ഞാൽ ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസാണ് മീഥെയ്ൻ എന്ന് പറയുന്നത്. അത് കത്തിക്കാതെ ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 25 ഇരട്ടി പ്രത്യാഘാതം, കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ 25 ഇരട്ടി പ്രത്യാഘാതം മീഥെയ്ൻ നമ്മുടെ അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ അന്തരീക്ഷത്തെ കൂടി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡംപിങ് യാർഡുകൾ അവസാനിപ്പിക്കുകയും അത് ലാൻഡ്ഫിൽ ഗ്യാസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി
സ്വകാര്യ ഏജൻസികളുടെ സഹായത്തോടു കൂടി മുനിസിപ്പാലിറ്റികളടക്കം മുൻകൈ എടുക്കണം എന്നൊരു പ്രത്യേക റിക്വസ്റ്റ് ഈ സമയത്ത് പറയും. ഈ ചർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായില്ലേ, മനുഷ്യൻ ബുദ്ധിമാനാണ്, മനുഷ്യൻ അമരനാണ്. ഈ ജൈവ പ്രകൃതിയിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ മനുഷ്യന് സാധിക്കുന്നുണ്ട്. ആ സുഹൃത്തിനെ തെരുവ് നായ്ക്കൾ ആക്രമിക്കാൻ വന്നു. അതിനുണ്ടായ സാഹചര്യം നമ്മളിൽ എല്ലാവരും പറഞ്ഞു. തെരുവ് നായ്ക്കൾ എങ്ങനെയാണ് ആക്രമകാരികളായത്, അവരെങ്ങനെയാണ് ഇത്രമാത്രം മാംസത്തിനോട് ക്രേസ് വന്നിട്ടുള്ളത്? അത് ഒരിക്കലും തെരുവ് നായ്ക്കളല്ല. പിന്നെ വേറൊരു കാര്യം, തെരുവ് നായ്ക്കൾ ഏതോ കാലത്ത് വളർത്തു നായ്ക്കളായിരുന്നു. ഉടമസ്ഥരാൽ പല സാഹചര്യങ്ങളിൽ തെരുവുകളിലേക്ക് എത്തിപ്പെട്ട, അല്ലെങ്കിൽ ഒരു നായയുടെ സന്തതി പിന്നീട് അങ്ങനെ എത്തുക ചെയ്യുന്നത്. ഇതിനൊക്കെ കാരണം തെരുവുകളിൽ വളർന്നിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതലായി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന തെരുവ് നായ്ക്കൾ എന്ന് പറയുന്നത്, അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ സ്വയമാണ് മുഖത്തേക്ക് ചൂണ്ടേണ്ടത്. അമരനാണ്, ബുദ്ധിമാനാണ് മനുഷ്യൻ, ഒരു ഉദാത്ത സൃഷ്ടിയൊക്കെ ആയിരിക്കാം. പക്ഷേ അവൻ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് നായ്ക്കളോടല്ല, സ്വയമാണ്, സ്വന്തമാണ്. സ്വയം മാലിന്യം വലിച്ചെറിയുന്ന അവൻ്റെ നയത്തോടും ആറ്റിറ്റ്യൂഡിനോടുമാണ്. യുദ്ധം നമുക്കെതിരെ തന്നെ നമുക്ക് നടത്താം. നായ്ക്കളെ തൽക്കാലം നമുക്ക് വെറുതെ വിടാം. വീണ്ടും എത്താം മറ്റൊരു അധ്യായത്തിൽ. അതുവരെ മലയാളിയുടെ വർത്തമാനകാലത്തിന് വർത്തമാനം കേരള സഭ ഇവിടെ പറയുന്നു.